നമസ്കാരം, എല്ലാവർക്കും സുരാജ് വ്ലോഗിലേക്ക് സ്വാഗതം. വടക്കുംഭാഗത്ത് കരുനീലിയമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വിഷുവിന് ശേഷം രാജയോഗങ്ങളൊക്കെ വന്നു ചേർന്ന നക്ഷത്രജാതരെ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു കാണുക. നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു കാണുക. അതുപോലെ എല്ലാ ദിവസം പറഞ്ഞ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഉപകാരം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നിങ്ങൾ അവരുടെ ഒരു രക്ഷകനായിട്ട് മാറുകയും അതുപോലെ തന്നെ നിങ്ങളവിടെ ഒരു ഗുരുവായിട്ട് മാറുകയും നിങ്ങൾക്കുള്ള ദോഷങ്ങളും അതോടൊപ്പം തന്നെ മാറുകയും അവരുടെ ദോഷങ്ങളും മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് വിഷു ദിനത്തിൽ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ വഴിപാട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വഴിപാടൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള ദോഷങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഒരു പരിധിവരെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. നിങ്ങൾക്ക് ആ സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധി ഉണ്ടാവും. ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. അപ്പോൾ വിഷു ദിനത്തിൽ കണി കാണുന്നതിനോടൊപ്പം തന്നെ മഹാക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ പോയിട്ട് ഞാനീ പറയുന്ന വഴിപാടുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ജോലി സംബന്ധമായ ഇതുകളും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ശത്രുദോഷം മാറാനാണെങ്കിൽ അതിനും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ ശേഷിമാർക്ക് ഡേറ്റ് ആവുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അന്നദാനത്തെക്കുറിച്ചിട്ടാണ് പറയുക. അപ്പോൾ ഞാനൊന്ന് വിചാരിക്കണം എല്ലാ ദിവസവും എന്തെങ്കിലും കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് പോവുക എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ അന്നദാനം നടത്തുക, ഒരു ക്ഷേത്രത്തിൽ നമ്മൾ അന്നദാനം നടത്തുക. അപ്പോൾ ഈ അന്നദാനം നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേർക്ക് നമ്മൾ അന്നം കൊടുക്കുന്നിടത്താണ് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവുക. ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ കിട്ടണം. അപ്പോൾ വിശക്കുന്നവന് അന്നം കൊടുക്കുന്നവനാണ് ദൈവം എന്നാണ് ഞാൻ പറയുക. അല്ലെങ്കിൽ എൻ്റെ പാരമ്പര്യം, അല്ലെങ്കിൽ എൻ്റെ വടക്കുംഭാഗത്ത് കരുനീലി മഠത്തിൻ്റെ പാരമ്പര്യം പറയുക. അന്നം വിശക്കുന്നവന് 10 പേർക്ക്, ഇപ്പോൾ ഒരു നമ്മളവിടെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോലും ഇല്ല വെച്ചാൽ ഭക്ഷണമുള്ളവർക്ക് ഭക്ഷണം, വേണ്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, ആശുപത്രിയിൽ പോകേണ്ടവർക്ക് ആശുപത്രി കൊടുക്കുക, അങ്ങനെയുള്ള ഒരു രീതിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ വടക്കുംഭാഗത്ത് കരുനീലി മഠം. അതുകൊണ്ടാണ് മഠം എന്ന പേര് നമ്മൾ ഉച്ചരിക്കുക. അതാണ് ലിംഗഭേദമന്യേ എല്ലാവർക്കും പൂജ ചെയ്യാമെന്ന് പറയുന്ന ഒരു ഇത് പറയണത്. ആർക്കും അവിടെ ഒന്ന് പൂജ ചെയ്യാവുന്ന ഒരു ലിംഗവ്യത്യാസങ്ങളൊന്നുമില്ല, സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളൊന്നും നമ്മുടെ ക്ഷേത്രത്തിലില്ല. അതൊരു മഠമാണ്. നമ്മൾ ഇനി അത് വലുതാകും തോറും അല്ലെങ്കിൽ അതിൻ്റെ ഫലക്രമേണ നമ്മൾ ക്ഷേത്രം അതൊരു മഠമാക്കി മാറ്റുകയും ആ മഠത്തിൽ വയോജനങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ളവർക്കൊക്കെ താമസിക്കാനും അവരെയൊക്കെ ശുശ്രൂഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഒരു മഠത്തെക്കുറിച്ചുള്ളൊരു ആസൂത്രണം നമ്മൾ മുന്നേ ചെയ്തു തരുന്നത്. അതുകൊണ്ടാണ് വടക്കുംഭാഗത്ത് കരുനീലി മഠം എന്നൊരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അന്നദാനം. അപ്പോൾ അന്നദാനം 10 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയാണ്. കൊടുക്കുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവുക. അതുപോലെ നമ്മളൊരു ക്ഷേത്രത്തിൽ വെച്ചിട്ടാണെങ്കിൽ, അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് അന്നദാനം നടത്തണമെങ്കിൽ ആ അന്നദാനം കഴിക്കുന്നവനും അനുഗ്രഹം, കൊടുക്കുന്നവനും അനുഗ്രഹം, ആ ക്ഷേത്രത്തിലെ ചൈതന്യത്തിനും അനുഗ്രഹം. ഇപ്പം നമ്മൾ വിശന്ന് നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ പോരട്ടെ എന്ന് പറയും. അന്നദാനം നമ്മൾ വയറിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട. അപ്പോൾ അന്നദാനത്തിന് അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ അന്നം കൊടുക്കുന്നവൻ കൊടുത്തു കഴിഞ്ഞാൽ സർവ്വത്തിൽ ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അത് കഴിക്കുന്നവനും നല്ലൊരു ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പരമാവധി അന്നദാനങ്ങളൊക്കെ നടത്തുക. ക്ഷേത്രങ്ങളൊക്കെ അന്നദാനങ്ങളുണ്ടെങ്കിൽ അതിൽ പോയിട്ട് പങ്കെടുക്കുക. അപ്പോൾ അന്നദാനത്തിന് ഇത്രയും തന്നെ മഹത്വം വേറൊന്നിനും ഇല്ല. അപ്പോൾ നമ്മൾ പരമാവധി ക്ഷേത്രങ്ങളിലോ നമ്മൾക്ക് പറ്റുന്നവർക്കോ, ഇപ്പോൾ നമ്മുടെ പാർട്ടിക്കാരായിട്ടുള്ള സഹോദരങ്ങളൊക്കെ വന്നിട്ട് നമ്മളോട് ഒരു പൊതിച്ചോറ് കൊടുക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കൊടുക്കുക. ചിലപ്പോൾ നമുക്ക് ഒന്നേ കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ അത് കൊടുക്കുക. ഇപ്പം നമുക്ക് അയ്യോ എനിക്കത് തരാനായിട്ടില്ലല്ലോ, എനിക്ക് വെക്കാനായിട്ട് സാധിക്കില്ലല്ലോ, ഇതൊരു എത്ര രൂപ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഹോട്ടലിൽ നിന്ന് പറഞ്ഞാൽ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. നമ്മൾ അന്നദാനം കൊടുക്കുന്നതൊക്കെ ഏറ്റവും നല്ല. അതും ആശുപത്രിയിൽ കിടക്കുന്നവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ അടുത്തൊരു മെഡിക്കൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അന്നദാനം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു പൊതിച്ചോറ് കൊടുക്കുക നമ്മുടെ പാർട്ടിക്കാർ, പേരൊന്നും ഞാൻ പാർട്ടിയുടെ പറയണില്ല. അപ്പോൾ പാർട്ടിക്കാർ കൊടുക്കുന്ന സമയത്ത്
ആ രോഗികളായിട്ട് ഒരു പൈസ ഇല്ലാത്ത ഒരു അകലെ കിടക്കുന്ന വീടുള്ളവർ, അവർക്ക് ആ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ നേരത്തെ അവർ പോയി ക്യൂ നിന്നത് മേടിച്ച് കഴിക്കുമ്പോൾ അവരെ കാണുമ്പോൾ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം നമ്മളും നമ്മുടെ ഈ വീഡിയോസിലൊക്കെ ചെയ്യുന്ന അതിനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾ കുട്ടികൾക്കും ഇങ്ങനെയുള്ള വയോജനങ്ങൾക്കൊക്കെ ഭക്ഷണം എത്തിക്കുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണില്ല എന്നല്ല, ചെയ്യണുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന 50 പേർക്കാണെങ്കിൽ അത് 100 പേർക്ക് ആക്കണം എന്നുള്ളൊരു കാര്യം കൊണ്ട് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി കണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കഴിയുന്ന വഴിപാടുകളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് അയക്കാം. നമ്പർ ഗൂഗിൾ പേ നമ്പറൊക്കെ ഉണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന സംഭാവനകളൊക്കെ അയക്കാം. നമ്മൾ ഒരു അനാപത്തി ലോകത്തിന് നമ്മൾ ആക്കില്ല. നമ്മളത് കൊടുക്കും. നിങ്ങളുടെ ഇതായിട്ട് തന്നെ നമ്മളോട് കൊടുക്കും. നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് അതിനകത്ത് പങ്കുകൊള്ളാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് ആ വിഷ്ണു ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അന്ന് നമ്മൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രം നടത്തേണ്ട വഴിപാട്. അപ്പോൾ നമ്മുടെ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക പ്രശ്നമായിട്ടാണ് ഉള്ളതെങ്കിൽ രാജഗോപാല മന്ത്രാർച്ചനയും പാൽപ്പായസവും നെയ്വിളക്കും നടത്തുക. ഓക്കെ. അതുപോലെ നമ്മുടെ ശത്രുദോഷമാണ് മാറുണ്ടെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിച്ച്, മഹാവിഷ്ണുവിനോട് അല്ലെങ്കിൽ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചിട്ട് സുദർശന മന്ത്രാർച്ചനയും നെയ്വിളക്കും തുളസിമാലയും നടത്തുക. അപ്പോൾ നിങ്ങളുള്ള ശത്രുദോഷങ്ങളൊക്കെ മാറാനായിട്ട്, ചെറിയ രീതിയിലുള്ള ശത്രുദോഷങ്ങളൊക്കെ മാറാനായിട്ട് ഏറ്റവും ഉത്തമമായിരിക്കും. എല്ലാവർക്കും കാഠിന്യമുള്ള ശത്രുദോഷമാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ജാതകമൊക്കെ പരിശോധിച്ച് അതിൻ്റെ ജാതകത്തിന് ക്ലിയർ ചെയ്ത് അതുപോലെ നിങ്ങൾക്ക് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ ആയിട്ട് ജാതകം നോക്കാൻ, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പേര്, ജന്മസ്ഥലം, ജനന തീയതി, ജനനസ്ഥലം, ജനന സമയം, ഇത്തരം കാര്യങ്ങൾ വാട്സാപ്പിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അറിയിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ലഭിക്കും. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ വഴിപാടുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇനിയിപ്പോൾ വലിയ വലിയ കാര്യങ്ങളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വഴിപാടുകളൊക്കെ നമ്മൾ പറഞ്ഞു തരും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഭഗവതിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെയൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വടക്കും ഭാഗത്ത് വരുന്നില്ല അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.